ഹലോ ഗായ്സ്, ഞാനിന്നൊരു വെറൈറ്റി കഥയായിട്ടാണ് വന്നത്. പണ്ട് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലെല്ലാവരും ഇങ്ങനെ മറ്റേ സെലിബ്രിറ്റിമാർക്കൊക്കെ ഓരോ സെലിബ്രിറ്റിമാർക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അവരുടെ നിന്ന് കിട്ടാൻ ആ റിപ്ലൈയും അതൊക്കെ എടുത്തിട്ട് സ്റ്റോറി ഇടുമായിരുന്നു. അപ്പോൾ ആ കാലത്ത് എനിക്കും അവരുടെ ഇടയിൽ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുറേ സെലിബ്രിറ്റിമാർക്കൊക്കെ മെസ്സേജ് ഇട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു വലിയ സെലിബ്രിറ്റിക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴെങ്ങാണ്ടോ തന്നെ ആളെനിക്ക് റിപ്ലൈ തന്നു. അത് ആരാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത്ര വലിയൊരാളാണ് എനിക്ക് റിപ്ലൈ തന്നത്. അതും പാവം ഞാൻ എന്താ അങ്ങോട്ട് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് വെച്ചിട്ടാണ്. ഹലോ, എൻ്റെ പേര് ശിവരഞ്ജിനി എന്നാണ്, ഞാൻ ഇന്ന ക്ലാസ്സിലാണ് പഠിക്കണത്, ഇന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ലോങ് മെസ്സേജ് അയച്ചപ്പോൾ ആ ആൾ എനിക്ക് റിപ്ലൈ തന്നു. അപ്പം ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അത് ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കാട്ടി, എനിക്കത് പോരാണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് മെസ്സേജ് ഇട്ട് പറഞ്ഞു, സാർ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് സാർ, സാർ എന്നെ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം അത് സീൻ ചെയ്ത് വിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു അയ്യേ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞ പോലെ ആയില്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിന് എന്ത് ചെയ്തു, രാത്രിയായിട്ടും എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്നറിയോ റിപ്ലൈ കിട്ടേണ്ടത്. ഓ ഹാപ്പി ബർത്ത്ഡേ ശിവരഞ്ജിനി, അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ റിപ്ലൈ തന്ന ബന്ധമുണ്ടല്ലോ. അപ്പോൾ അയ്യോ വെയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ശരി ആൾ എനിക്ക് റിപ്ലൈ തരുമായിരിക്കും എന്നൊക്കെ, ബർത്ത്ഡേ വിഷസ് തരുമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പക്ഷേ ആൾ രാത്രിയായിട്ടും തരാഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഡിലീറ്റ് ചെയ്തു, അൺസെൻഡ് ചെയ്ത് കളഞ്ഞു. പക്ഷേ രാവിലെ 6 മണിയായപ്പോൾ ഞാൻ ആദ്യം കാണുന്ന മെസ്സേജ് എന്തെന്നറിയോ, സഞ്ജു എനിക്ക് മെസ്സേജ് അയച്ചിക്കണം ഹാപ്പി ബർത്ത്ഡേ എന്ന്. ഞാനെങ്ങോട്ട് ഇല്ലാണ്ടായി. സത്യം ഇതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അന്നും ഇന്നും ഗിൽട്ടാണ്. ഞാൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം സഞ്ജു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ ആളാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കെഞ്ചി ചോദിച്ച മെസ്സേജ് കളഞ്ഞിട്ട് എന്താ പറയുക, ഇങ്ങോട്ട് അയച്ച മെസ്സേജ് മാത്രം ബാക്കി വെച്ചു. എനിക്കിത് അന്നും ഇന്നും ഭയങ്കര കുറ്റബോധമായിട്ട് കിടക്കണ കഥയാണ്. എനിക്കിതുപോലെ ആർക്കെങ്കിലുമൊക്കെ സെലിബ്രിറ്റിമാർക്കൊക്കെ മെസ്സേജ് കഥയുണ്ടെങ്കിൽ പറയണം കേട്ടോ. ബൈ ബൈ.